whom do you teach അല്ലെ whom എന്തിനെ അടിസ്ഥാനമാക്കിയാണ് ചോദിക്കുന്നത് whom എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു വാട്ട് എന്ന് പറയുന്നത് അല്ലെ ഒരു വസ്തുവാണെങ്കിൽ ആ വസ്തു അല്ലെ ഒരു വസ്തു ഒബ്ജക്റ്റ് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വാട്ട് ഉപയോഗിക്കുക whom എന്ന് പറയുന്നത് എന്താണ് ഒബ്ജക്റ്റിനെ തന്നെയാണ് എന്ത് whom ചോദിക്കുക അതെന്തായിരിക്കണം ഒരു മനുഷ്യനൊക്കെ ആണെങ്കിൽ അല്ലെ പുരുഷനോ സ്ത്രീ ആണെങ്കിൽ അവരെ കണ്ടെത്താൻ എന്ത് ഉപയോഗിക്കുക whom ഉപയോഗിക്കുക അല്ലെ പുരുഷനോ അല്ലെങ്കിൽ സ്ത്രീയോ ആണെങ്കിൽ അവരെ കണ്ടെത്താൻ വേണ്ടിയിട്ടാണ് എന്ത് ചോദിക്കുക whom ചോദിക്കുക അതൊരു വസ്തു ആണെങ്കിൽ അല്ലെ ഒരു ഒബ്ജക്റ്റ് ആണെങ്കിൽ എന്ത് ചെയ്യാം നമുക്ക് പുരുഷനും സ്ത്രീയും അല്ലാത്തൊരു വസ്തു ആണെങ്കിൽ എന്ത് വാട്ട് ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം അതെന്താണെന്ന് കണ്ടെത്താം അപ്പോൾ നമുക്ക് whom do you teach ഇവിടെ എന്താ ചോദിക്കുന്നത് ഒബ്ജക്റ്റ് ആണ് ചോദിക്കുക അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കാം തന്നിരിക്കുന്ന സെന്റൻസിന്റെ തുടക്കത്തിൽ whom വന്നാൽ അത് പാസീവ് വോയിസിലേക്ക് മാറുന്ന സമയത്ത് whom എന്തായിട്ട് മാറും who ആയിട്ട് മാറും അല്ലെ ഹൂൻ്റെത് നമ്മൾ പഠിച്ചു ഹൂൻ്റെത് എന്താണ് ഒന്നുകിൽ ഹൂ തന്നെ അല്ലേ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം ബൈ whom എന്ന് പറയും അല്ലേ ഹൂൻ്റെ നമ്മൾ പഠിച്ചു ഒന്നുകിൽ ഹൂ തന്നെ എന്നിട്ട് അവസാനം നമ്മൾ എന്ത് ചെയ്തു ബൈ വെക്കും അല്ലേ ബട്ട് whom ആണെങ്കിലോ whom ചേഞ്ച് ആയിട്ട് അതെന്തായിട്ട് മാറും whom ആണെങ്കിൽ അത് ചേഞ്ച് ആയിട്ട് എന്തായിട്ട് മാറും ഹൂ ആയിട്ട് മാറും whom ആണെങ്കിൽ അത് ചേഞ്ച് ആയിട്ട് എന്തായിട്ട് മാറും ഹൂ ആയിട്ട് അവിടെ മാറും അപ്പോൾ നമുക്ക് whom ഒക്കെ എന്തായിട്ട് മാറ്റണം ഹൂ ആക്കി മാറ്റണം whom എന്തായിട്ട് മാറ്റണം ഹൂ ആയിട്ട് മാറ്റണം ക്ലിയർ ആണോ അപ്പോൾ whom ആണെങ്കിൽ എന്തായിട്ട് മാറും അത് ഹൂ ആയിട്ട് മാറും whom എന്താ ചോദിക്കുന്നത് തന്ന സെന്റൻസിലെ ഒബ്ജക്റ്റിനാണ് ചോദിക്കുക അപ്പോൾ ചോദ്യത്തിൽ എന്തുണ്ടാവില്ല ഒബ്ജക്റ്റ് അവിടെ കാണാൻ സാധിക്കില്ല ഓക്കെ അപ്പോൾ നമുക്ക് ഡു യു ടീച്ച് അല്ലെ ഡു വന്ന് നമുക്കറിയാം അല്ലെ ഹുമ്മിനെ അവിടെ മാറ്റി നിർത്തുക whom എന്ന് പറയുന്നത് ഹൂ ആയിട്ട് മാറും ഹുമ്മിനെ മാറ്റി നിർത്തി ഹൂ ആയിട്ട് മാറും അല്ലെ സോ നോക്കാം നമുക്ക് ഡു യു ടീച്ച് ഡു വന്നാൽ സിമ്പിൾ പ്രസന്റ് ആണ് സിമ്പിൾ പ്രസന്റ് വന്നാൽ നമുക്കറിയാം തന്നിരിക്കുന്നത് എന്തായിട്ട് മാറും തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആകുന്ന സമയത്ത് ഡു വരും അപ്പോൾ തന്നിരിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ആണ് ആ ബി ഫോമിൽ ഏത് വരും നമ്മൾ ഡൂവിനെ കൊണ്ടുപോകില്ല പകരം ഈസ് ആറിനെയാണ് കൊണ്ടുപോവുക സോ നമുക്ക് ഡൂവിന് പകരം എന്താണ് ഇവിടെ ഈസിനെ കൊണ്ടുവന്നു അല്ലെ സിംഗുലർ ആയിട്ട് കണക്കാക്കിയിട്ട് ഈസിനെ കൊണ്ടുവന്നു നെക്സ്റ്റ് ഏതാണ് വെർബ് ഏതാ വരിക വെർബ് എന്ന് പറയുന്നത് അവിടെ ടീച്ചാണ് അല്ലെ ടീച്ചിന് നമ്മൾ നേരത്തെ പറഞ്ഞ ടീച്ച് തോട്ട് അല്ലെ V1 ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ V3 ഫോം തോട്ട് അല്ലെ ബൈ ആരാണ് ബൈ പ്ലസ് ഏജൻറ്റോ ഡുവർ ആരാണ് യു ആണ് അല്ലെ സബ്ജക്റ്റ് ഇവിടെ ഉണ്ട് ഒബ്ജക്റ്റിനെയാണ് ചോദിക്കുക അപ്പോൾ നമുക്ക് എന്താണ് എവിടെ മിസ്സായത് ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും ഈ ഒബ്ജക്റ്റ് ഇവിടെ അല്ല ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഉണ്ടാവും ഒരു ഒബ്ജക്റ്റ് ഇല്ല ഒബ്ജക്റ്റ് ആണ് എന്ത് ചോദിക്കുക whom do you teach who is taught by you ഓക്കെ നെക്സ്റ്റ് നോക്കൂ സെക്കൻഡ് ചോദ്യം രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വന്നിരിക്കുന്നത് whom has she beaten അല്ലെ തന്നിട്ട് സെൻറ്റൻസിൽ whom വന്നാൽ നമ്മൾ എന്താക്കി മാറ്റും ഹൂ ആക്കി മാറ്റും ഹാസ് അല്ലെ ഹാസ് നമ്മൾ ഹാസ് എന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി കാരണം സിംഗുലർ ആണെന്ന് കൺസിഡർ ചെയ്തിട്ട് ഹാസ് എന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി നെക്സ്റ്റ് ഏതാണ് ബീറ്റൺ എന്ന് പറയുന്നത് എന്താണ് V3 ആണ് ആ V3 തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി സോറി ബീറ്റൺ എന്ന് പറയുന്നത് V3 ആണ് V3 തന്നെ ഇങ്ങോട്ട് എടുത്ത് എഴുതി അതിന് മുമ്പായിട്ടൊരു കാര്യമുണ്ട് ഏതാണ് V3 വെർബ് അതുകൊണ്ട് ഏത് ഫോമാണ് ബിയുടെ V3 ഫോം ആയിട്ടില്ല ബീനെ എഴുതി അല്ലെ ബീനെ എഴുതി ആൻഡ് V3 നെക്സ്റ്റ് ഏതാണ് ബൈ പ്ലസ് ഏജൻറ്റോ ഡുവർ ബൈ പ്ലസ് ഷീ എന്തായിട്ട് മാറും ഹെർ ആയിട്ട് മാറും ഓക്കെ അപ്പോൾ എന്താണ് മിസ്സിങ് വന്നത് ഇവിടെ ഒബ്ജക്റ്റ് അല്ലേ ഉണ്ടാവും ഇവിടെ ഒബ്ജക്റ്റ് ഉണ്ടാവും ഈ രണ്ട് ഒബ്ജക്റ്റും ഇല്ല കാരണം എന്താണ് whom ആണ് ചോദ്യം whom ചോദിക്കുന്നത് എന്തിനാണ് അത് ഒബ്ജക്റ്റിൻ്റെയാണ് അപ്പോൾ ചോദ്യത്തിൽ ഒബ്ജക്റ്റ് ഉണ്ടാകും ഇത്രയും കാര്യങ്ങളാണ് എന്ത് WH ക്വസ്റ്റ്യൻസിനെ അടിസ്ഥാനമാക്കിയിട്ട് പഠിക്കാനുള്ളത് അപ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക എക്സാമിന് എന്തായാലും ചോദിക്കും ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നമുക്ക് അടുത്തത് നോക്കിയാലോ ഓക്കെ മോഡൽ ഓക്സിലറി വെർബ്സ് അടുത്തതായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് മോഡൽ ഓക്സിലറി വെർബ്സ് ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്ന സ്ട്രക്ചറാണ് അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് മോഡൽ ഓക്സിലറി വെർബ്സ് വരുന്നത് വില്ല് വുഡ് ഷാൾ ഷുഡ് ക്യാൻ കുഡ് മേ മൈറ്റ് മസ്റ്റ് ദെൻ ഹാവ് ടു ഓ ടു യൂസ് ടു നീഡ് ആൻഡ് ഡെയർ ഇവരാണ് മോഡൽ ഓക്സിലറി വെർബ്സ് നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് പഠിച്ചിട്ടുണ്ട് അല്ലെ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ് ഇത് മോഡൽ ഓക്സിലറി വെർബ്സിനെ ആക്റ്റീവ് വോയിസിൽ നിന്ന് പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് നോക്കാം ആക്റ്റീവ് വോയിസിൽ എന്ത് ചെയ്യാം സബ്ജക്റ്റിന് ശേഷം എന്താ മോഡൽ ഓക്സിലറി വെർബ് ഉണ്ടാവും മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്താ വെർബിൻ്റെ V1 ഫോം ഉണ്ടാവും അല്ലെ എല്ലാ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം വെർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യുന്നത് V1 ആണ് ബേസ് ഫോം ആണ് യൂസ് ചെയ്യാൻ ഓർത്ത് വെക്കുക ഈ മോഡൽ ഓക്സിലറി വെർബ്സ് എല്ലാ മോഡൽ ഓക്സിലറി വെർബിന് ശേഷം വെർബിൻ്റെ ഏത് ഫോമാണ് യൂസ് ചെയ്യുക വെർബിൻ്റെ ബേസ് ഫോം ആയിട്ടുള്ള V1 ഫോമാണ് യൂസ് ചെയ്യുക അത് ഓർത്ത് വെക്കുക സോ സബ്ജക്റ്റ് വരും ദെൻ മോഡൽ ഓക്സിലറി വെർബ് ശേഷം വെർബിൻ്റെ V1 ആൻഡ് ഒബ്ജക്റ്റ് പാസീവ് വോയിസിൽ ചേഞ്ച് ചെയ്യുന്ന സമയത്തോ നമ്മൾ ആദ്യം ഒബ്ജക്റ്റിനെ എടുത്ത് ചെയ്തു അല്ലേ ശേഷം എന്താണ് ഏതാണ് മോഡൽ ഓക്സിലറി വെർബ് ഇതിലേതാണോ മോഡൽ ഓക്സിലറി വെർബ് ആ മോഡൽ ഓക്സിലറി വെർബിനെ എടുത്ത് ചെയ്തു
നെക്സ്റ്റ് ഏതാണ്? V1 ആയതുകൊണ്ടും സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെയും അതേപോലെ മോഡൽ ഓക്സിലറി വെർബിൻ്റെ ഈ ഒരു സ്ട്രക്ചറിൽ നമ്മൾ ബി ഫോം ഏതാ യൂസ് ചെയ്യുക? ബേസിക് ആയിട്ടുള്ള ബി ഫോം ബി തന്നെയാണ് യൂസ് ചെയ്യുക. ഓക്കെ. ദെൻ നെക്സ്റ്റ് ഏതാ? വെർബ് ഏതായിട്ട് മാറും? വെർബ് V3 ആയിട്ട് മാറും. ബൈ പ്ലസ് ഏതായിട്ട് മാറും? സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആയിട്ട് മാറും. ഇതാണ് എന്ത് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇവിടെ നോക്കാം. He will buy a car. He will buy a car എന്ന് പറയുന്ന സെന്റൻസിനെ പാസീവ് വോയിസിലേക്ക് ചേഞ്ച് ചെയ്യുന്നത് മോഡൽ ഓക്സിലറി വെർബ്, അതായത് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിന്റെ സെയിം സ്ട്രക്ചർ കേട്ടോ. നോക്കാം നമുക്ക്. ആദ്യം എന്ത് ചെയ്യും? ഒബ്ജക്റ്റ്. അതെ, ആദ്യം ഒബ്ജക്റ്റ് ഏതാണ്? എ കാർ ആണ്. നെക്സ്റ്റ് ഏതാണ്? മോഡൽ ഓക്സിലറി വെർബ് ഏതാ വന്നത്? വില്ലാണ്. അപ്പം എ കാർ വിൽ. നെക്സ്റ്റ് നോക്കൂ, വെർബ് V1 ആണ്. അപ്പോൾ ബി ഫോം ഏതാണ്? ബി തന്നെ. ബൈ എന്തായിട്ട് മാറും? ബൈയുടെ V1 ആണ്. V3 എഴുതണം. ബൈ ഏതാണ്? ബോട്ടാണ്. BOUGHT അല്ലേ? നെക്സ്റ്റ് ബൈ. ബൈ ആരാണ് വാങ്ങുന്നത്? ഹി എന്തായിട്ട് മാറും? ഹിം ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഹി വിൽ ബൈ എ കാർ വിൽ ബി ബോട്ട് ബൈ ഹിം ആയിട്ട് മാറും. സോ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചറിൽ പഠിച്ച സെയിം കാര്യം തന്നെയാണ് ഇവിടെ മോഡൽ ഓക്സിലറി വെർബ്സിൻ്റെ കേസിലും. കാരണം സിമ്പിൾ ഫ്യൂച്ചറിൽ ആരായിരുന്നത്? വില്ലും അതേപോലെ ഷാളുമാണ്. ഇത് രണ്ടും എന്താണ്? മോഡൽ ഓക്സിലറി വെർബിൽ വരുന്ന ആൾക്കാരാണ്. സോ ഇവിടെ എന്താണ്? മോഡൽ ഓക്സിലറി വെർബ് വില്ലോ അല്ലെങ്കിൽ ഷാളോ ഏത് തന്നെ ആവട്ടെ, അവർ വന്നിട്ടുണ്ടെങ്കിൽ സ്ട്രക്ചർ എന്താണ്? സബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് V1 പ്ലസ് ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? ഒബ്ജക്റ്റ് പ്ലസ് മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് ബി പ്ലസ് V3 പ്ലസ് ബൈ പ്ലസ് സബ്ജക്റ്റ് ആയിട്ട് മാറും. ക്ലിയർ ആണോ? അപ്പോൾ വളരെ സിമ്പിൾ ആണിത് മോഡൽ ഓക്സിലറി വെർബ് എന്ന് പറയുന്നത്. നമുക്ക് എക്സാമ്പിൾ നോക്കാം. ആക്റ്റീവ് ആൻഡ് പാസീവ് വോയിസിൽ യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് മറ്റൊരു എക്സാമ്പിൾ ആണ്. യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് അല്ലെ? യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് എന്ന് പറയുന്നതിന് പാസീവ് ഫോം എന്താണ്? തന്നിരിക്കുന്നത് എന്താണ്? ആക്റ്റീവ് ഫോമാണ്. മോഡൽ ഓക്സിലറി വെർബ് വരുന്ന സമയത്ത് ആക്റ്റീവ് ഫോമാണ് പാസീവ് ഫോമാണ് എങ്ങനെ മനസ്സിലാക്കാം? തന്നിരിക്കുന്നത് എന്താണ്? മോഡൽ ഓക്സിലറി വെർബിന് ശേഷം വെർബിൻ്റെ V1 വരികയാണെങ്കിൽ പ്ലസ് V1 ആണെങ്കിൽ ഉറപ്പിച്ചോളൂ അതെന്താണ്? ആക്റ്റീവ് വോയിസ്. ഇങ്ങനെ ആക്റ്റീവ് വോയിസിനെ മനസ്സിലാക്കാം. പാസീവ് വോയിസിനെ എങ്ങനെ മനസ്സിലാക്കാം? ബി മോഡൽ ഓക്സിലറി വെർബ് പ്ലസ് എന്താണ്? ബി പ്ലസ് എന്താണ്? വെർബിൻ്റെ V3 വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? പാസീവ് വോയിസ് ആയിരിക്കും. മനസ്സിലാക്കി വെച്ചോളൂ നിങ്ങൾ. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം വെർബിൻ്റെ V1 ആണെങ്കിൽ അത് ആക്റ്റീവ് വോയിസ് ആയിരിക്കും. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം ഒരു ബി വന്നു ശേഷം എന്താണ്? വെർബിൻ്റെ V3 ഫോം ആണെങ്കിൽ അതെന്തായിരിക്കും? അത് പാസീവ് വോയിസ് ആയിരിക്കും. അതായത് ഒരു ബി ഫോം അല്ലേ? ഇവിടെ ബി ആണ് വന്നിരിക്കുന്നത്. ശേഷം എന്താ? വെർബിൻ്റെ V3 വന്നാൽ പാസീവ് വോയിസ് ആയിരിക്കും. ക്ലിയർ ആണോ? നോക്കാം നമുക്ക്. യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് അല്ലേ? യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് എന്ന് പറയുന്നതിൻ്റെ നമ്മൾ എന്ത് ചെയ്യുക? അതിൻ്റെ പാസീവ് വോയിസ് വന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം ഏതാണ്? ഒബ്ജക്റ്റ് ഇറ്റ് അല്ലേ? സോ നമുക്ക് എന്ത് ചെയ്യാം? ഇറ്റിനെ എടുത്ത് ചെയ്താൽ ഇറ്റ് എഴുതി അല്ലേ? ഇറ്റാണ്. ഇറ്റിനെ നമ്മൾ എടുത്ത് എഴുതി അല്ലേ? നെക്സ്റ്റ് നോക്കൂ. തന്നിരിക്കുന്ന സെൻറ്റൻസിലെ മോഡൽ ഓക്സിലറി വെർബ് ഏതാണ്? മസ്റ്റ് ആണ്. മസ്റ്റിന് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. വെർബ് V1 ആയതുകൊണ്ട് ബി ഫോം ഏതാണ്? ബി തന്നെ. സോ ബി എഴുതി. ഫിനിഷ്ഡ് എന്ന് പറയുന്നതിൻ്റെ V3 ഫോം ഏതാണ്? ഫിനിഷ് അല്ലേ? ഫിനിഷ് വരും. നെക്സ്റ്റ് ഏതാണ്? ഫിനിഷ്ഡ് അല്ലേ? നെക്സ്റ്റ് ഏതാണ്? ഫിനിഷ്ഡ്. ഫിനിഷ്ഡ് ആണ്. ഫിനിഷ്ഡ് ആണ്. V1 V2 ആൻഡ് V3 ആണ്. അപ്പോൾ ഫിനിഷ്ഡ് എന്ന് പറയുന്നത് V3 ആണ്. സോ നമുക്കത് ഫിനിഷ്ഡ്. ബൈ ആരാണ്? ഏജന്റ് അല്ലെങ്കിൽ ഡൂവർ. സബ്ജക്റ്റ് ഓഫ് ദി ആക്റ്റീവ് വോയിസ് ആണ് യു ആണ്. അപ്പോൾ എന്തായിട്ട് മാറും? യു മസ്റ്റ് ഫിനിഷ് ഇറ്റ് എന്തായിട്ട് മാറും? ഇറ്റ് മസ്റ്റ് ബി ഫിനിഷ്ഡ് ബൈ യു ആയിട്ട് മാറും. ക്ലിയർ ആണോ? സോ തന്നിരിക്കുന്ന സിമ്പിൾ ഫ്യൂച്ചറിൻ്റെ സെയിം സ്ട്രക്ചർ തന്നെയാണ് എന്ത് ഇവിടെ മസ്റ്റ് വന്നത്. വലിയ ഷാൾ വന്നാലും മസ്റ്റ് വന്നാലും ഒക്കെ സെയിം തന്നെയാണ്. ഓക്കെ, നോക്കാം. നമുക്ക് കുറച്ച് എക്സാമ്പിളൂടെ നോക്കാം. യു ക്യാൻ സിംഗ് എ സോങ്. യു ക്യാൻ സിംഗ് എ സോങ് എന്ന് പറയുന്ന സെൻറ്റൻസിൽ എ സോങ് അല്ലേ? എ സോങ് എന്ന് പറയുന്നതാണ് എന്ത്? ഇവിടെ ഒബ്ജക്റ്റ് അല്ലേ? സോ ഇവിടെ എ സോങ് ആണ് വരിക. എ സോങ് ആണ് ഒബ്ജക്റ്റ്. ദിസ് അല്ല എ സോങ് ആണ്. അപ്പോൾ എ സോങ് അല്ലേ? സോ ഇവിടെ എ സോങ് വന്നു. തന്നിരിക്കുന്ന ക്യാൻ അല്ലേ? ക്യാൻ നമുക്ക് അങ്ങനെ തന്നെ എടുത്ത് എഴുതി അല്ലേ?
സോ വെർബ് V1 ആണ്, ബി ഫോം ഏതാണ്? ബി ആണ്. സോ ബി നമ്മൾ എഴുതി. സിങ്ങിന്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം V3 ഏതാണ്? സിങ് അല്ലെ, സാങ് ആൻഡ് സങ്. V3 ഏതാണ്? സിങ്ങിൻ്റെത് സങ് ആണ് അല്ലെ. സോ എന്താണ് V3 ഫോം എഴുതി, സിങ്ങിന്റെ സങ്. ബൈ ആരാണ്? യു ആണ് അല്ലെ. യുവിന്റെ സബ്ജക്റ്റീവ് ഫോമും അല്ലെ ഒബ്ജക്റ്റീവ് ഒക്കെ എന്താണ്? യു തന്നെയാണ്. സോ ബൈ യു. ക്ലിയർ ആണോ? യു ക്യാൻ സിങ് എ സോങ് ക്യാൻ ബി സങ് ബൈ യു. ഓക്കെ, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. They need not buy bread അല്ലെ. They need not buy bread. ഇവിടെ തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് ഏതാണ്? ബ്രെഡ് ആണ് അല്ലെ. അപ്പോൾ നമ്മൾ ബ്രെഡിന് ആദ്യം എടുത്തിരുന്നു. നെക്സ്റ്റ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? നീഡ് ആണ്. അപ്പം നീഡിന് അങ്ങനെ തന്നെ, ഹെൽപ്പിംഗ് വെർബ് നീഡ് ആണ്, അതായത് മൊഡാൽ ഓക്സിലറി വെർബ് നീഡ് ആണ്. ഹെൽപ്പിംഗ് വെർബ് തന്നെയാണ് മൊഡാൽ ഓക്സിലറി വെർബ്. തന്നെ നീഡ് ആണ്, നീഡ് എടുത്തിരി. സെന്റൻസ് എന്താണ്? നെഗറ്റീവ് ആണ് അല്ലെ. നീഡിന് ശേഷം നോട്ട് വന്നിട്ടുണ്ട്. ആ നോട്ട് അങ്ങനെ തന്നെ. നെഗറ്റീവ് വന്നാൽ എന്ത് ചെയ്യുക? മൊഡാൽ ഓക്സിലറി വെർബിന് ശേഷം നോട്ട് ഉണ്ടാവും അല്ലെങ്കിൽ ഇൻറ്റ് ഉണ്ടാവും. അതങ്ങനെ തന്നെ എടുത്ത് ചെയ്താൽ. നെക്സ്റ്റ് ഏതാണ്? വെർബ് V1 ആണ്. B1 വന്നതുകൊണ്ട് ബി ഫോം ഏതാണ്? ബി തന്നെ. ബൈ എന്തായിട്ട് മാറും? ബൈ ബോട്ട് അല്ലെ. ബൈൻ്റെ V3 ഫോം ഏതാണ്? ബോട്ട്. നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞതാണ്. V1 എന്തായിട്ട് മാറും? V3 ആയിട്ട് മാറും. ബൈ അല്ലെ. ഡേ എന്തായിട്ട് മാറും? ദം ആയിട്ട് മാറും. ദേ നീഡ് നോട്ട് ബൈ ബ്രെഡ് എന്തായിട്ട് മാറും? ബ്രെഡ് നീഡ് നോട്ട് ബി ബോട്ട് ബൈ ദം ആയിട്ട് മാറും. ഇതാണ് റൈറ്റ് ആൻസർ. ക്ലിയർ ആണോ? ഓക്കെ, യു ക്യാൻ സിങ് എ സോങ് ക്യാൻ ബി സങ് ബൈ യു ആയിട്ട് മാറും. ദേ നീഡ് നോട്ട് ബൈ ബ്രെഡ് എന്തായിട്ട് മാറും? ബ്രെഡ് നീഡ് നോട്ട് ബി ബോട്ട് ബൈ ദം ആയിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് അടുത്ത നോക്കാം. അടുത്ത ചോദ്യം, യു മേ ഫോർഗെറ്റ് അല്ലേ ദ റൂൾസ് ക്വിക്കലി. ഈ തന്നിരിക്കുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്? ദ റൂൾസ് ആണ് എന്ത്? ഒബ്ജക്റ്റ്. സോ നമുക്ക് എന്ത് ചെയ്യാം? റൂൾസിനെ അങ്ങോട്ട് എടുത്ത് ദ റൂൾസ്. ഹെൽപ്പ് വെർബ് ഏതാണ്? മേ ആണ് അല്ലെ. ഹെൽപ്പ് വെർബ് ഏതാണ്? മേ ആണ്. മേ നമ്മൾ എടുത്ത് ദ റൂൾസ് മേ. ദെൻ ബി ഫോം ഏതാണ്? തന്നിരിക്കുന്ന ഫോർഗെറ്റ് എന്ന് പറയുന്നത് വെർബിന്റെ ഫോർഗോട്ട് ആൻഡ് ഫോർഗോട്ട് അല്ലെ. സോ എന്താണ്? ഫോർഗെറ്റ് എന്ന് പറയുന്നത് V1 ആണ്. V1 ആയതുകൊണ്ട് ബി ഫോം ഏതാണ്? ബി തന്നെ. ദെൻ ഫോർഗെറ്റ്, ഫോർഗോട്ട് ആൻഡ് ഫോർഗോട്ടൻ അല്ലെ. സോ ഫോർഗോട്ടൻ V3 ആണ് ഇവിടെ എഴുതേണ്ടി അല്ലെ. V1 എന്തായാലും മാറും, V3 ആയിട്ട് മാറും ഫോർഗോട്ടൻ. ദെൻ ബൈ പ്ലസ് ഏജന്റോ ഡുവർ ആണ്. അതിൻ്റെ ഇടയ്ക്ക് അല്ലെ വെർബ് V3 എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബൈ പ്ലസ് ഏജന്റ്. അതിനിടയ്ക്ക് സെന്റൻസിൽ എന്തെങ്കിലും റിമൈനിങ് പാർട്ട് നമ്മൾ എഴുതാൻ വിട്ടുപോയിട്ടുണ്ടോ നോക്കുക, ഏതെങ്കിലും വന്നിട്ടുണ്ടോ നോക്കുക. ക്വിക്കലി എന്ന് പറയുന്നത് എന്താ? റിമൈനിങ് പാർട്ട് ഓഫ് ദി സെന്റൻസ് ആണ്. അതങ്ങനെ തന്നെ ഇങ്ങോട്ട് എടുത്ത് ചെയ്ത് V3 ശേഷം എൻ്റെ ബൈ പ്ലസ് ഏജന്റ് എഴുതുന്നതിന് തൊട്ട് മുമ്പായിട്ട്. നെക്സ്റ്റ് എന്താണ്? ബൈ എഴുതി. യു എന്താണ്? സബ്ജക്റ്റിന് സ്ഥാനത്ത് ഒബ്ജക്റ്റിന് സ്ഥാനത്ത് യു തന്നെ. അപ്പോൾ യു തന്നെ. സോ യു മേ ഫോർഗെറ്റ് ദ റൂൾസ് ക്വിക്കലി എന്തായാലും മാറും? ദ റൂൾസ് മേ ബി ഫോർഗോട്ടൻ ക്വിക്കലി ബൈ യു ആയിട്ട് മാറും. ക്ലിയർ ആണോ? സോ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കാം. യു മസ്റ്റ് ഒബേ ട്രാഫിക് റൂൾസ്. യു മസ്റ്റ് ഒബേ ട്രാഫിക് റൂൾസ് ആണ്. യു മസ്റ്റ് ഒബേ ട്രാഫിക് റൂൾസ് എന്ന് പറയുന്ന സെന്റൻസിലെ ഒബ്ജക്റ്റ് ഏതാണ്? ട്രാഫിക് റൂൾസ് ആണ് ഒബ്ജക്റ്റ് അല്ലെ. ട്രാഫിക് റൂൾസ് നമുക്ക് കൊണ്ടെടുത്ത് ചെയ്തു അല്ലേ. ട്രാഫിക് റൂൾസ് ആണ് ഒബ്ജക്റ്റ്. ദെൻ മസ്റ്റ് എന്താണ്? മസ്റ്റ് തന്നെ. ഇവിടെ ശ്രദ്ധിക്കുക, തന്നിരിക്കുന്ന റൂൾസ് വന്നപ്പോൾ മേ തന്നെ, ട്രാഫിക് റൂൾസ് വന്നാലും മസ്റ്റ് തന്നെ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇവിടെ സിംഗുലർ വന്നാലും പ്ലൂറൽ വന്നാലും മൊഡാൽ ഓക്സിലറി വെർബിന്റെ മുമ്പ് സിംഗുലർ വന്നാലും പ്ലൂറൽ വന്നാലും ഒന്നും മാറ്റില്ല അല്ലെ. സിംഗുലർ വന്നാലും പ്ലൂറൽ വന്നാലും ഒക്കെ എന്താണ്? മോഡൽ ഓക്സിലറി വെർബ് തന്നെയാണ് യൂസ് ചെയ്യുക. അതിൽ മാറ്റൊന്നുമില്ല. ഇപ്പോൾ മസ്റ്റിന്റെ മുമ്പ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും മസ്റ്റ് തന്നെ. വില്ലിന്റെ മുമ്പ് സിംഗുലർ ആണെങ്കിലും പ്ലൂറൽ ആണെങ്കിലും വില്ല് തന്നെ. നമ്മൾ സിംപിൾ ഫ്യൂച്ചറിൽ പറഞ്ഞ അതേപോലെ തന്നെ എന്താണ്? എല്ലാത്തിൻ്റെയും കൂടെ എന്ത് ചെയ്യാം? നമുക്ക് മോഡൽ ഓക്സിലറി വെർബ് യൂസ് ചെയ്യാം. അപ്പം യു മസ്റ്റ് ഒബേ ട്രാഫിക് റൂൾസ് അല്ലെ. എന്തായാലും പറയും ട്രാഫിക് റൂൾസ് എഴുതി. മസ്റ്റ് വന്നു, മസ്റ്റ് അങ്ങനെ തന്നെ എടുത്ത് എഴുതി. ഒബേ അല്ലെ. ഒബേ, ഒബേഡ് ആൻഡ് ഒബേഡ്. ഒബേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? അനുസരിക്കുക അല്ലെ. ഒബേ എന്താണ്? ഇതാണ് V1 ഫോം. അതിന് V3 ഇതാണ് ഒബേഡ്. ഓക്കെ, അപ്പോൾ സോ ഒബേ എന്ന് V1 ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? ബി ഫോം ഏത് ചെയ്യും? ഇതും മോഡൽ ഓക്സിലറി വെർബിന് അല്ലെ. മോഡൽ ഓക്സിലറി വെർബിന് ശേഷം എന്താണ്? അതിൻ്റെ കൂടെ ഉപയോഗിക്കുന്ന ബി ഫോം ഏതാണ്? ബി ആണ്. അപ്പോൾ ബി എഴുതി. ഒബേ V1 ആണ്. അപ്പോൾ എന്തായാലും മാറും? V3 ആയിട്ട് മാറും അല്ലെ. V1 V3 ആയിട്ട് മാറും. ഒബേഡ്. ഓക്കെ, ഒബേഡ് ആയിട്ട് മാറി. ദെൻ നെക്സ്റ്റ് എന്താണ്? ബൈ പ്ലസ് എന്താണ്? ഏജന്റ് ഡുവർ. ബൈ ആരാണ്? യു ആണ്. യു എ. ക്ലിയർ ആണോ? യു മസ്റ്റ് ഒബേ ട്രാഫിക് റൂൾസ് എന്തായാലും മാറും? ട്രാഫിക് റൂൾസ് മസ്റ്റ് ബി ഒബേഡ് ബൈ യു ആയിട്ട് മാറും. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മറ്റുള്ളത് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ നമുക്ക് എന്ത് ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും?
മോഡൽ ഓക്സിലറി വേർബിനെ ആക്റ്റീവ് വോയിസിനും പാസീവ് വോയിസിലേക്ക് എന്ത് ചെയ്യും ചേഞ്ച് ചെയ്യാൻ പറ്റും. പോസിറ്റീവ് വരുന്ന സമയത്ത്, നെഗറ്റീവ് വരുന്ന സമയത്തൊക്കെ എന്താണ് മാറ്റുന്നത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ഇതിലെ കുറച്ച് ചോദ്യങ്ങൾ അല്ലേ, ചോദ്യങ്ങളായിട്ട് വരികയാണെങ്കിലോ മോഡൽ ഓക്സിലറി വേർബ് ചോദ്യങ്ങളായിട്ട് വരികയാണെങ്കിൽ എന്ത് മാറ്റം ഉണ്ടാവുക? സബ്ജക്റ്റിന് ശേഷമല്ലേ, അതായത് സബ്ജക്റ്റിന് ശേഷം മോഡൽ ഓക്സിലറി വേർബ് വരും അല്ലെ, മോഡൽ ഹെൽപ്പിംഗ് വേർബ് വരും അല്ലെ, ശേഷം വെർബിന്റെ V1 വരും അല്ലെ. ഇതെന്ത് ചെയ്യും? ചോദ്യം വന്ന സമയത്ത് ഈ മോഡൽ ഓക്സിലറി വേർബ് സബ്ജക്റ്റിന്റെ മുമ്പിലേക്ക് വരും. നോക്കൂ, ഇവിടെ സബ്ജക്റ്റിന്റെ മുമ്പിലേക്ക് വന്നു, സബ്ജക്റ്റിന്റെ മുമ്പിൽ ഈ ഒരു മാറ്റം നമ്മൾ എന്താണ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലെ. മോഡൽ ഓക്സിലറി വേർബ് എന്താണ് സബ്ജക്റ്റിന് മുമ്പിലേക്ക് വന്നത് എന്തായാലും മാറി യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ആയിട്ട് മാറി. ഇവിടെ ഒക്കെ എന്താണ് അങ്ങനെയാണ് വന്നത് അല്ലെ. നോക്കാം നമുക്ക്, മേ ഐ ബൈ ദി കമ്പ്യൂട്ടർ അല്ലെ. അപ്പോൾ എന്താണ് ഇവിടെ ചോദ്യ രൂപമാണ് അല്ലെ, മേലാണ് മോഡൽ ഓക്സിലറി വേർബിലാണ് തുടങ്ങിയത്, ചോദ്യ രൂപമാണ്. മേ വന്നാൽ നമുക്ക് എന്താ മേൻ അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് ചെയ്താൽ അല്ലെ, മേൻ എടുത്ത് ചെയ്ത്. നെക്സ്റ്റ് നോക്കൂ, നെക്സ്റ്റ് അതിന് തൊട്ടടുത്തായിട്ട് പിന്നെ എന്താ വരിക? പാസീവ് വോയിസിൽ വരുന്ന സമയത്ത് ഒബ്ജക്റ്റ് ആണ് വരിക അല്ലെ. സോ ഹെൽപ്പിംഗ് വേർബ് എന്ത് നമ്മൾ എടുത്ത് എഴുതി, പിന്നെ എന്ത് ചെയ്യണം നമ്മൾ ഹെൽപ്പിംഗ് വേർബ് യെസ് ഓർ നോ ക്വസ്റ്റ്യൻസ് ചെയ്തതുപോലെ തന്നെ എന്ത് ചെയ്യാം, ഇവിടെ ഒബ്ജക്റ്റ് അല്ലെ, ഒബ്ജക്റ്റ് ദെൻ ഹെൽപ്പിംഗ് വേർബ് അല്ലെ, മോഡൽ ഓക്സിലറി വേർബ് ദെൻ ബി അല്ലെ, V3 അല്ലെ, ബൈ പ്ലസ് സബ്ജക്റ്റ്. അപ്പോൾ ഈ മോഡൽ ഓക്സിലറി വേർബിനെ എന്ത് ചെയ്യുക? ഒബ്ജക്റ്റിന് മുമ്പിലേക്ക് കൊണ്ടുവരിക, ആ ഒരു മാറ്റം മാത്രം. അപ്പോൾ എന്തായാലും പറയും തന്നിരിക്കുന്ന ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് മോഡൽ ഓക്സിലറി വേർബ് മേ അങ്ങനെ തന്നെ ഡയറക്റ്റ് എഴുതി, ഒബ്ജക്റ്റ് ദ കമ്പ്യൂട്ടർ ആണ്, ദ കമ്പ്യൂട്ടർ ഇങ്ങോട്ട് എഴുതി അല്ലേ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഏതാണ്? ദ കമ്പ്യൂട്ടറിന് ശേഷം തന്നിരിക്കുന്നത് വെർബ് V1 ആണ്, മോഡൽ ഓക്സിലറി വേർബ് ആണ്. മോഡൽ ഓക്സിലറി വേർബ് വന്നിട്ടുണ്ടെങ്കിൽ അതെന്തായാലും പറയും ബി ഫോം അല്ലെ, ബി തന്നെയാണ് ബി യൂസ് ചെയ്തു. ബൈൻ്റെ V3 ഫോം ഏതാണ്? ബോട്ടാണ്. സോ നമുക്ക് എന്ത് ചെയ്യാം? ബോട്ട് ചെയ്യും. ബൈ ആരാണ്? ബൈ ഐ അല്ലെ, ഐ ആണ് ഇവിടെ സബ്ജക്റ്റ്. ഐ എന്തായിട്ട് മാറും? ഐനെ ഒബ്ജക്റ്റിന് സ്ഥാനത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മീ ആയിട്ട് മാറും. സോ മീ. ക്ലിയർ ആണോ? മേ ഐ ബൈ ദി കമ്പ്യൂട്ടർ എന്തായാലും പറയും മേ ദ കമ്പ്യൂട്ടർ ബി ബോട്ട് ബൈ മീ ആയിട്ട് മാറും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത ചോദ്യം നോക്കൂ നിങ്ങൾ. അടുത്ത ചോദ്യം, വിൽ ഷീ ബൈ എ കാർ? അടുത്ത ചോദ്യം വിൽ ഷീ ബൈ എ കാർ ആണ്. വിൽ ഷീ ബൈ എ കാർ എന്ന് പറയുന്ന സെന്റൻസിൽ വില്ലാണ് വന്നിരിക്കുന്നത് അല്ലെ, മോഡൽ ഓക്സിലറി വേർബ് ആണ് വന്നിരിക്കുന്നത്. വില്ല് അങ്ങനെ തന്നെ അങ്ങോട്ട് എടുത്ത് എഴുതി അല്ലെ. നെക്സ്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? എ കാർ ആണ്, എ കാർ എഴുതി അല്ലെ. ദെൻ മോഡൽ ഓക്സിലറി വേർബിൽ ബി ഫോം ഏതാണ്? ബി തന്നെയാണ്. സോ ബി എഴുതി. ബൈ V1 ആണ് അല്ലേ. സോ അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഏതാണ്? ബോട്ടാണ്. അപ്പോൾ ബൈയുടെ ബോട്ട് എഴുതി അല്ലേ. സോ BUY ബൈ അല്ലെ, വാങ്ങുക. ബോട്ട് എന്താണ്? V3. ബൈ ബോട്ട് ബോട്ടാണ്, നമ്മൾ ഇതിന് മുമ്പ് എഴുതിയതാണ്. ദെൻ ബൈ ആരാണ് സബ്ജക്റ്റ് അല്ലെങ്കിൽ ഡൂർ? ബൈ ആരാണ്? അവളാണ്. ഷീ എന്തായിട്ട് മാറും? ഷീ എന്ന് പറയുന്നത് ഹെറായിട്ട് മാറും. ഷീ എന്തായിട്ട് മാറും? ഹെറായിട്ട് മാറും. സോ വിൽ ഷീ ബൈ എ കാർ എന്തായിട്ട് മാറും? വിൽ എ കാർ ബി ബോട്ട് ബൈ ഹെറായിട്ട് മാറും. വിൽ ഷീ ബൈ എ കാർ എന്തായിട്ട് മാറും? വിൽ എ കാർ ബി ബോട്ട് ബൈ ഹെറായിട്ട് മാറും. ക്ലിയർ ആണോ? ഓക്കെ. ലാസ്റ്റ് നോക്കാം നമുക്ക്. ലാസ്റ്റ് വന്നിരിക്കുന്നത് വിൽ യു ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് അല്ലേ. അതായത് തന്നിരിക്കുന്നത് യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ്. ഏതായി ടെൻസ്? അസറ്റീവിൽ എഴുതുകയാണെങ്കിൽ യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് എന്ന് പറയുന്നത് ഏതാണ്? വേറൊരു കളറിൽ എഴുതി തരാം നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. ഈ ഒരു സെൻറ്റൻസിന് നമ്മൾ അസറ്റീവിൽ എഴുതുകയാണെങ്കിൽ നമുക്ക് എഴുതാം യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ്. ഇതാണ് അസറ്റീവ് സെൻറ്റൻസ്. യു വിൽ ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് ഏതാണ് സെൻറ്റൻസ്? സെൻറ്റൻസ് എന്ന് പറയുന്നത് ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ് ആണ് അല്ലേ. ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസും സെയിം സ്ട്രക്ചർ തന്നെ, വലിയ മാറ്റമൊന്നുമില്ല. തന്നിരിക്കുന്ന വെർബ് നോക്കിയിട്ട് നമ്മൾ ബി എഴുതണം അല്ലേ. ഇതിൻ്റെ ചോദ്യ രൂപമാണ് ഇവിടെ വന്നിരിക്കുന്നത്. വിൽ യു ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് അല്ലേ. സോ എന്താണ് ഈ ഒരു വിൽ എന്ത് ചെയ്തു? ഇവിടേക്ക് വന്നു അല്ലേ. യു അല്ലേ, വില്ല് വന്നു. വിൽ യു ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് അല്ലേ. സോ തന്നിരിക്കുന്ന ചോദ്യം എന്താ? വിൽ യു ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് ആണ്. വില്ല് വന്നു. ആ വില്ല് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഡയറക്റ്റ് കൂടെ എടുത്ത് ചെയ്താൽ വില്ല് തന്നെ. ഓക്കെ. നെക്സ്റ്റ് എന്താണ്? ഒബ്ജക്റ്റ് എന്താണ്? ദ ജോബ് ആണ്. ദ ജോബ് ഇങ്ങോട്ട് എടുത്ത് എഴുതി അല്ലേ.
നെക്സ്റ്റ് തന്നിരിക്കുന്ന സെന്റൻസിൽ ഹെൽപ്പിംഗ് വെർബ് ഏതാണ്? ഹെൽപ്പിംഗ് വെർബ് എന്ന് പറയുന്നത് എന്താണ്? വില്ലിന് ശേഷം എന്താണ്? ഇവിടെ 2 പേരുണ്ടാവും അല്ലെ. വില്ലാണ് നമ്മൾ സെന്റൻസിന്റെ തുടക്കത്തിലേക്ക് എന്താ ഓക്സിലറി ക്വസ്റ്റ്യൻസിന് വേണ്ടി കൊണ്ടുവരിക. പിന്നെ അവിടെ ഹാവ് ബാലൻസ് ഉണ്ടാവും. ഒബ്ജക്റ്റിന് ശേഷം എന്ത് ചെയ്യാം? ഹാവ് ചെയ്ത് ഹാവ് ഡയറക്റ്റ് എടുത്തിട്ട് ഞാൻ വെർബ് V3 ആണ്. V3 വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ബി ഫോം ഏതായിരിക്കും? ബീനായിരിക്കും. സോ എന്താണ്? ബീൻ എടുത്ത്. ദെൻ വെർബ് ഏതാണ്? സ്റ്റാർട്ടഡ് ആണ് ഓൾറെഡി വന്നിരിക്കുന്നത്. ദെൻ പാസീവ് വോയിസിലേക്കും സ്റ്റാർട്ടഡ് തന്നെ വരും. സ്റ്റാർട്ടഡ്. ബൈ ആരാണ്? യു ആണ് ഇവിടെ വന്നിരിക്കുന്നത് അല്ലേ. യു ബൈ യു ഇവിടെ വന്നിരിക്കുന്നതിൽ എന്താണ്? ദെൻ ഒരു ഹാവ് എന്ത് ചെയ്തും നമുക്ക് അധികം കാണാൻ പറ്റും ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസിൽ കേട്ടോ. സോ വിൽ യു ഹാവ് സ്റ്റാർട്ടഡ് ദ ജോബ് എന്തായാലും പറയുന്നത് വിൽ ദ ജോബ് ഹാവ് ബീൻ സ്റ്റാർട്ടഡ് ബൈ യു. ദെൻ അധികം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എൽപി വെർബിന് ശേഷം മെയിൻ വെർബിന്റെ മുമ്പായിട്ട് എന്താണ്? ഒരു ഹാവ് കൂടെ കാണുമെന്നാണ് സൂചിപ്പിച്ചത് കേട്ടോ. സോ ഇതാണ് എന്ത് തന്നിരിക്കുന്ന മോഡൽ ഓക്സിലറി വെർബിൽ അല്ലേ. മോഡൽ ഓക്സിലറി വെർബിൽ തന്നിരിക്കുന്ന സെന്റൻസ് അസർട്ടീവിൽ പറഞ്ഞു, നമ്മൾ നെഗറ്റീവ് വരുന്നത് പറഞ്ഞു, അതേപോലെ ക്വസ്റ്റ്യൻ രൂപത്തിൽ എങ്ങനെയാണെന്ന് പറഞ്ഞു. WH വരികയാണെങ്കിലോ WH നമ്മൾ തൊട്ട് മുമ്പ് പഠിച്ചാണ്. അതിലെന്താണ്? WH ഡയറക്റ്റ് എടുത്ത് ചെയ്ത ശേഷം എന്ത് ഈ ഒരു സ്ട്രക്ചർ തന്നെ ഫോളോ ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഓക്കെ, ദെൻ നമുക്ക് നോക്കാം.